ഇടവേളയ്ക്ക് ശേഷം പൂർണിമ, രഘുനാഥ് പാലേരി, ഒരു കട്ടിൽ ഒരു മുറി വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ. കിസ്മത്ത്, തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് കെ. ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി വെള്ളിയാഴ്ച റിലീസിനെത്തും. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത്ത്, ഹക്കീം ഷാ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രഘുനാഥ് പാലേരി എന്ന എഴുത്തുകാരന്റെ മടങ്ങിവരവ് കൂടിയാണ് ഈ ചിത്രം. ഇടവേളയ്ക്ക് ശേഷമാണ് പൂർണിമ ഇന്ദ്രജിത്ത് വെള്ളിത്തിരയിലെത്തുന്നത്. സപ്തതരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വിക്രമാദിത്യൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ സപ്തതരംഗ് ക്രിയേഷൻസ്, സമീർ ചെമ്പയിൽ, രഘുനാഥ് പാലേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നഗരത്തിലേക്ക് അവിചാരിതമായി എത്തിച്ചേർന്ന രണ്ട് കഥാപാത്രങ്ങളുടെ കഥയാണ് ഒരു കട്ടിൽ ഒരു മുറി. ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിവന്ന അരക്ഷിതവും ഏകാന്തതയും അത് അവരിലുണ്ടാക്കുന്ന പക്വമായ വൈകാരിക തലങ്ങളുമാണ് ചിത്രത്തിൽ കാണാനാവുക. ആക്ഷേപഹാസ്യത്തിലൂടെയാണ് കഥ പറയുന്നത്. ഷമ്മി തിലകൻ, വിജയരാഘവൻ, ജാഫർ ഇടുക്കി, രഘുനാഥ് പാലേരി, ജനാർദ്ദനൻ, ഗണപതി, സ്വാതിദാസ് പ്രഭു, പ്രശാന്ത് മുരളി തുടങ്ങി അഭിനേതാക്കളുടെ നീണ്ട നിര തന്നെ ചിത്രത്തിലുണ്ട്. രഘുനാഥ് പാലേരിയും അൻവർ അലിയും ചേർന്നാണ് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഛായാഗ്രഹണം എൽദോസ് ജോർജ്, എഡിറ്റിംഗ് മനോജ് സി. എസ്, കലാസംവിധാനം അരുൺ ജോസ്, മേക്കപ്പ് അമൽ കുമാർ, സംഗീത സംവിധാനം അങ്കിത് മേനോൻ, വർക്കി, ആലാപനം രവി ജി. നാരായണി ഗോപൻ, പശ്ചാത്തല സംഗീതം വർക്കി, സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി, മിക്സിംഗ് വിപിൻ വി. നായർ, പ്രൊഡക്ഷൻ കൺട്രോളർ എൽദോ സെൽവരാജ്, കോസ്റ്റ്യൂം ഡിസൈൻ നിസാർ അഹമ്മദ്, കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാല, സ്റ്റിൽസ് ഷാജി നാഥൻ, സ്റ്റൺ കെവിൻ കുമാർ, പോസ്റ്റ് പ്രൊഡക്ഷൻ കോർഡിനേറ്റേഴ്സ് അരുൺ ഉടുമ്പൻചോല, അഞ്ജു പീറ്റർ, ഡി. ഐ. ലിജു പ്രഭാകർ, വിഷ്വൽ എഫക്റ്റ് VFX ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണി സി. എ. കെ. ജിലേഷ്, ഡിസൈൻസ് തോട്ട് സ്റ്റേഷൻ PRO AS ദിനേശ്, വാർത്താപ്രചരണം ബ്രിങ്ഫോർത്ത് മീഡിയ. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. 3 വ്യക്തികൾ 3 കഥ ഒരേയൊരു സ്ഥലം ക്യാച്ചി 13-ാം രാത്രി. നവാഗതനായ മനേഷ് ബാബു ആണ് 13-ാം രാത്രി സംവിധാനം ചെയ്യുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഷൈൻ ടോം ചാക്കോ, മാളവിക മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന 13-ാം രാത്രിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ന്യൂ ഇയർ ദിവസം രാത്രിയിൽ 3 വ്യക്തികൾക്കിടയിൽ നടക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. ചിത്രം ഒക്ടോബറിൽ തിയേറ്ററുകളിൽ എത്തും. നവാഗതനായ മനേഷ് ബാബു ആണ് 13-ാം രാത്രി സംവിധാനം ചെയ്യുന്നത്. D2K ഫിലിംസിന്റെ ബാനറിൽ മേരി മൈഷയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണിത്. പുതുവർഷ ആഘോഷങ്ങൾക്കൊരുങ്ങുന്ന കൊച്ചിയിലേക്ക് തലേദിവസം ജോലി സംബന്ധമായി മറയൂരിൽ നിന്നും യാത്ര ചെയ്യുന്ന ശിവറാം, ഇതേ ദിവസം തന്നെ അടിമാലിയിൽ നിന്നും കൊച്ചിയിലെ ഒരു കടയിലേക്ക് ജോലിക്കായി വരുന്ന മാളവിക, അടി കമ്പനിയിലെ ട്രെയിനർ ആയി കൊച്ചിയിലേക്ക് എത്തുന്ന വിനോദ് എബ്രഹാം, തമ്മിൽ പരിചയമില്ലാത്ത ഈ 3 പേരും കൊച്ചിയിൽ എത്തുമ്പോൾ ഇവരറിയാതെ തന്നെ ഇവർക്കിടയിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇതെല്ലാം കോർത്തൊരുക്കിയ ഒരു ത്രില്ലർ ചിത്രമാണ് 13-ാം രാത്രി. ശിവറാമായി വിഷ്ണു ഉണ്ണികൃഷ്ണനും വിനോദ് എബ്രഹാമായി ഷൈൻ ടോം ചാക്കോയും മാളവികയായി മാളവിക മേനോനും എത്തുന്നു. ഇവരെ കൂടാതെ വിജയ് ബാബു, സോഹൻ സീനുലാൽ, ഡെയ്ൻ ഡേവിസ്, രജിത് കുമാർ, അസിൻ ജമാൽ, കോട്ടയം രമേശ്, സാജൻ പള്ളുരുത്തി, ഹരി പ്രശാന്ത്, ഡിസ്നി ജെയിംസ്, അർച്ചന കവി, മീനാക്ഷി രവീന്ദ്രൻ, സ്മിൻ സിജോ, സോന നായർ, ആര്യ ബാബു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഛായാഗ്രഹണം RS ആനന്ദകുമാർ, തിരക്കഥ ദിനേശ് നീലകണ്ഠൻ, എഡിറ്റർ വിജയ് വേലുക്കുട്ടി, ആർട്ട് സന്തോഷ് രാമൻ, സംഗീതം രാജു ജോർജ്, സൗണ്ട് ഡിസൈൻ ആശിഷ് ഇല്ലിക്കൽ, പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പെരുമ്പിലാവ്, കോസ്റ്റ്യൂംസ് അരവിന്ദ് KR, സ്റ്റണ്ട്സ് മാഫിയ ഷി, മേക്കപ്പ് മനുമോഹൻ, സ്റ്റിൽസ് ഇ കട്ട്സ് രഘു, VFS ഷിനു, മഡ് ഹൌസ് PR മഞ്ജു ഗോപിനാഥ്, ഡിസൈൻസ് അറ്റ്ലിയർ. വിതരണം SMK റിലീസ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. ഏറ്റുമുട്ടാൻ അരിക്കച്ചവടക്കാരനും സേബ് എഞ്ചിനീയറും തെക്ക് വടക്ക് വെള്ളിയാഴ്ച ക്യാരക്ടർ ടീസർ പുറത്ത്. വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുന്ന തെക്ക് വടക്ക് സിനിമയുടെ ക്യാരക്ടർ ടീസർ പുറത്ത്. സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വിനായകന്റെയും സുരാജിന്റെയും ഓരോ സീനുകൾ വീതമാണ് പുറത്തുവന്നിരിക്കുന്നത്. സിനിമയുടെ സ്വഭാവവും രസികത്വവും പ്രേക്ഷകർക്ക് വ്യക്തമാകാനാണ് ചിത്രത്തിലെ രംഗങ്ങൾ തന്നെ പുറത്തുവിട്ടതെന്ന് നിർമ്മാതാവ് അഞ്ജന ഫിലിപ്പ് പറഞ്ഞു. മകളുടെ കല്യാണം കഴിഞ്ഞ് മകൻ കാനയിൽ പോകണമെന്ന് സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രമായ ശങ്കുണ്ണിയോട് ഭാര്യ പറയുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്ന സീനാണ് ടീസറുകളിലൊന്ന്. ചാക്ക് ചുമന്നു പോകുന്ന മകനെയും രംഗത്തിൽ കാണാം. വക്കീൽ ഓഫീസിലെത്തിയ വിനായകൻ അവതരിപ്പിക്കുന്ന മാധവൻ എന്ന കഥാപാത്രം വനിതാ അഭിഭാഷകരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണ് മറ്റൊരു ടീസർ. അഡ്വ അലക്സാണ്ടർ തിരഞ്ഞെത്തുന്ന മാധവന്റെ വാക്കുകളിൽ കേസ് സംബന്ധമായ കാര്യത്തിനാണ് വന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. അരിമിൽ ഉടമയാണ് ശങ്കുണ്ണി. മാധവൻ റിട്ടയേർഡ് KSEB
എഞ്ചിനീയറും. ഇരുവർക്കും ഇടയിലെ പോരാണ് എസ്. ഹരീഷിന്റെ രചനയിൽ പ്രേം ശങ്കർ സംവിധാനം ചെയ്യുന്ന തെക്ക് വടക്ക് എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ 200-ലേറെ തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ദുരൂഹത പടർത്തി തണുപ്പ്. പുതുമുഖങ്ങളായ നിധീഷ്, ജിബിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഛായാഗ്രാഹകനായ രാകേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന തണുപ്പ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഒക്ടോബർ 4-ന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രം കാശി സിനിമാസിന്റെ ബാനറിൽ അനു അനന്തൻ, ഡോ. ലക്ഷ്മി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു. കൂട്ടിക്കൽ ജയചന്ദ്രൻ, അരുൺ, രഞ്ജിത്ത് മണുപ്രക്കാട്ട്, ഷൈനി സാറ, പ്രിനു, ആരൂപാല, സതീഷ് ഗോപി, സാം, ജീവൻ, രതീഷ്, രാധാകൃഷ്ണൻ തലച്ചങ്ങാട്, ഷാനുമിത്ര, ജിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിസിമ ദിവാകരൻ, സുമിത്ത് സമുദ്ര, മനോഹരൻ വെള്ളിലോട് തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ. മണികണ്ഠൻ PS ഛായാഗ്രഹണം നിർവഹിക്കുന്നു. വിവേക് മുഴക്കുന്ന് എഴുതിയ വരികൾക്ക് ബിബിൻ അശോക് സംഗീതം പകരുന്നു. ബിജിപാൽ, കപിൽ കപിലൻ, ജാനകി ഈശ്വർ, ശ്രീനന്ദ ശ്രീകുമാർ എന്നിവരാണ് ഗായകർ. ബിബിൻ അശോക്, ക്രിയേറ്റീവ് ഡയറക്ടർ രാജേഷ് കെ രാമൻ, എഡിറ്റിംഗ് സഫ്തർ മർവ, മേക്കപ്പ് പ്രദീപ് ഗോപാലകൃഷ്ണൻ, വസ്ത്രാലങ്കാരം രതീഷ് കോട്ടുളി, ശബ്ദസംവിധാനം രതീഷ് വിജയൻ, കളേഴ്സ് രിജു പ്രഭാകർ, കലാസംവിധാനം ശ്രീജിത്ത് കോതമംഗലം, പ്രവീൺ ജാപ്സി, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജംനാസ് മുഹമ്മദ്, അസോസിയേറ്റ് ഡയറക്ടർ ഋതുകൃഷ്ണ ദേകുമാർ, സ്റ്റിൽസ് രാകേഷ് നായർ, പോസ്റ്റർ ഡിസൈൻ സർവകലാശാല, VFX സ്റ്റുഡിയോ 7 ദ ഡോർ. PRO AS ദിനേശ്.